ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 155 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സഹായത്താൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 4355 പേരായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി ഇനി പറയുന്ന ചേരുവകൾ ആവശ്യമാണ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട് ചെയ്യാം. അടുക്കളയിൽ ഇതിന് വേണ്ടിയിട്ട് ചായ അനത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം. ഇത് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ചായയില, തേയില, ലോങ് ലീഫ് ടീ ആണത്. ഇതൊരു പ്രത്യേക സൈസ് ചായപ്പൊടിയാണ്. അതിൻ്റെ ഒരു നിയമമുണ്ട്: ലെറ്റ് ഇറ്റ്സ് ബ്രൂ ദ പെർഫെക്റ്റ് കപ്പ് ഓഫ് ഡാർജിലിംഗ് ടീ. അതിനകത്തൊരു നിയമം പറഞ്ഞിട്ടുണ്ട്: 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. വെള്ളമാണ് ഇത്. നമുക്ക് 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാനായിട്ടാണ് 2 ഗ്ലാസ് വെള്ളം. ഇത് ആണ് ആ ചായയില, തേയില. ഏലക്കായും കറുവാപ്പട്ടയും സാധാരണ ഇടുന്ന പോലെ തന്നെ ഇടണം. അതതിൻ്റെ മുഴുവനായിട്ടുള്ള കാണിച്ചതാണ്. ഇത് ഇഞ്ചിയും ഏലക്കായും കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇത് സിന്നമൺ പൗഡർ, അതായത് കറുവാപ്പട്ട പൊടിച്ചതാണ്. അത് കടയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. അത് നമുക്ക് ഈ കുഞ്ഞ് സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇടുന്നതിന് തുല്യമായ മധുരം കിട്ടും. ഇത് കപ്പ് പഞ്ചസാര, നമ്മൾ ചായ എടുക്കാനുള്ള കപ്പാണിത്. ഇത് ചായ അനത്താനുള്ള ചെരുകനാണ്. ഇത് ചായ അരിക്കാനുള്ള ഫിൽറ്ററിംഗ് സിസ്റ്റമാണ്, ഫിൽറ്ററിംഗ് യൂണിറ്റ് എന്ന് പറയും. അതിനകത്തൊരു തവി, ഒരു അരിപ്പയും ഒരു മഗുമാണ്. ഇത് ഇൻഡക്ഷൻ കുക്കർ. ഇതിൻ്റെ പുറത്താണ് നമ്മളിത് ചായ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തയ്യാറായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്ത് അതിനകത്ത് ആദ്യത്തെ റീഡിങ് 60 എന്ന് കാണിക്കും. അത് 58 ആകുന്നവരെയാണ് നമ്മുടെ പ്രോഗ്രാം മീൻസ് ചായ അനത്തുക എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ അത് ഹീറ്ററിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓൺ ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ പുറത്തേക്ക് പാത്രം വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു. തിരിച്ചു പോകാം. വെള്ളം ഒഴിച്ചതിന് ശേഷം പാത്രം വയ്ക്കാം. വെച്ചതിന് ശേഷം വെള്ളം വയ്ക്കാം. അങ്ങനെ കുഴപ്പമില്ല. ഒത്തിരി നേരം കാലിപ്പാത്രം ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇഞ്ചിയും പിന്നെ നമ്മുടെ ഏലക്കായും ആണ്. ഇഞ്ചിയും ഏലക്കായും കൂടെ ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ കറുവാപ്പട്ടയുടെ പൊടി, സിന്നമൺ പൗഡർ സ്വല്പം, ഒരു നുള്ളിട്ടാൽ മതി. ആ കുഞ്ഞ് സ്പൂൺ കൊണ്ട്, ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ഒരു പകുതി. അളവൊന്നുമില്ല, മില്ലിഗ്രാമൊന്നുമില്ല. എന്നിട്ട് ഇടുക എന്നുള്ളത് കുറച്ച് കയ്പാങ്ങാണത്. അപ്പോൾ അത് സ്വല്പം ഇട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. കുഞ്ഞ് 2 മണിക്കൂർ നേരത്തേക്ക്, 2 മണിക്കൂറില്ല, 2 മിനിറ്റ് നേരത്തേക്ക് അത് വെള്ളം തിളയ്ക്കുന്നതിനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഞാനത് ഇടയ്ക്കുന്ന സ്വല്പം ബ്രേക്ക് വന്നു പോയായിരുന്നു. പക്ഷേ ഞാനിപ്പം 52, 53, 152, 153, 154, 155 അപ്പോൾ അത് ഇതിനകത്ത് നമ്മുടെ മനസ്സ് മാന്ദീഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഉത്സാഹം കുറഞ്ഞു പോകും. പക്ഷേ ഇതൊക്കെ ഒരു മനസ്സിനെ ഉത്തേജിപ്പിച്ചെടുത്തിട്ട് ഇവിടെ ചെയ്യാനായിട്ട് അതിനെ ദൈവത്തിൽ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ദൈവഭക്തിയാണ്. അതായത് ഈ പ്രോഗ്രാമിൻ്റെ കരുത്തെന്ന് പറയുന്നത് വചനത്തിൻ്റെ വായനയാണ്. വായന എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഗ്രാംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് വചനമാണോ വായിക്കേണ്ടതെന്നുള്ള സജഷൻ തരുന്നത് നമ്മൾ വേറൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഫാദർ മാത്യു വൈരാമണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന രാവിലെ വെളുപ്പിന് 5:30-ക്കുള്ളൊരു പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ടത്. അത് കേട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന വചനമാണ് നമ്മളിതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് 1 മാസത്തെ ലാഗിങ് ഉണ്ടെങ്കിൽ സാരമില്ല, അത് മേക്കപ്പ് ആയിക്കോളും. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം തേയിലിട്ടതിന് ശേഷം മൂടി വെച്ചു. ഇനി ഇത് 2 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 3 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം വരും. ഇനി നമ്മുടെ ആ മധുരം, നമുക്ക് ഈ ചായ അരിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മധുരം 2 കപ്പ് 2 സ്പൂണ് മധുരം അതിലേക്ക് ഇട്ട് റെഡിയാക്കി വെച്ചേക്കാം. അരിക്കുന്ന സമയത്ത് അതിലേക്ക് ചായ ഒഴിക്കുമല്ലോ, കട്ടൻ ചായ ഒഴിക്കുമ്പോൾ അത് മധുരമുള്ളതായിട്ട് വരും. അതിൻ്റെ അകത്ത് 2 സ്പൂൺ. ഇത് പിന്നെ
രണ്ടിൽ കൂടുതൽ ആവശ്യമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സ്പൂണ് ഈസ് ഈക്വൽ ടു ഒരു വലിയ സ്പൂൺ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പം അതിൽ ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ അരിപ്പയും വേറെ കയ്യിലും അതിൻ്റെ പാത്രം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഈ ഫിൽറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്തത്. ഇതിലേക്ക് ഇനി ഇപ്പം ആ ചായയുടെ വെള്ളം, കറുത്ത വെള്ളം ഉണ്ടല്ലോ, തേയില വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി. അത് മധുരമുള്ളതായി മാറും. അതിന് നമുക്ക് ഇളക്കാനായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി എടുക്കാം. അപ്പം മധുരമുള്ള കട്ടൻ ചായ റെഡി ആയിരിക്കുകയാണ്. മധുരമുള്ള കട്ടൻ ചായ, അതായത് മധുരരഹിത, പഞ്ചസാരരഹിത മധുരമാണ്. അതുകൊണ്ട് കട്ടൻ ചായ റെഡിയായിരിക്കുന്നു. അത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിച്ച് ഈ മധുരം ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം. അത് കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. കപ്പിലേക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിൽ ഒഴിച്ചിട്ട് വേണം ഇത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, ബൈബിൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ടേബിളിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതിവിടുന്ന് നിറച്ചതിന് ശേഷം ഇതിവിടുന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ പോകും. അപ്പുറത്തെ മുറിയിലാണ് പ്രാർത്ഥനയ്ക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിവിടുന്ന് എടുത്തതിന് ശേഷം അപ്പുറത്ത് റൂമിലെത്തി അതവിടെ കൊണ്ട് വയ്ക്കുന്നു. ഇതവിടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ഇനി അത് ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിൾ അവിടെ വെച്ചിട്ട്, അതായത് വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ആ പ്രോഗ്രാം നോക്കുകയാണ്. ഏത് ദിവസത്തെ, അതായത് നമുക്ക് ഡെയിലി ബ്ലെസ്സിങ് ഉണ്ട്. ജൂലൈ 14 തീയതിയിലത്തെ ആ പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ അന്നത്തെ വചനമാണ് ഈ കാണിക്കുന്നത്. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ 13, 6, 13, 14, 7, 17, 18, 19 ഇവിടെ വായിക്കുന്നത്. അതാണ് ഇപ്പം കാണിക്കുന്നത്. നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ളതാണ്. അത് സ്ക്രീനിൽ കാണാനും വായിക്കാനായിട്ടും വിഷമങ്ങളുണ്ട്. അതിനൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് കാണിച്ചു തരാം. അത് വായിക്കാം. ഞാനത് വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 6, നോഹയുടെ പെട്ടകം, 13-ാമത്തെ തിരുവചനം മുതൽ. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അധ്യായത്തെ 7 17 മുതൽ ഉള്ള തിരുവചനം. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന് കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം, ഗുഡ് ലക്ക്.